പാലക്കാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ 1% പോളിംഗ് മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും മാധ്യമങ്ങൾ പുറത്തുവിട്ടതിലുമുള്ള പോളിംഗ് കണക്കുകളിൽ വ്യത്യാസങ്ങളുണ്ട്. യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ യു.ഡി.എഫ് വിജയിക്കും. ഇതുതന്നെയാണ് അവസാനഘട്ട കണക്കുകളിലും പ്രകടമാകുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. പാലക്കാട് 70.51% പോളിംഗ്. പാലക്കാട് നഗരസഭയിൽ 67% പോളിംഗ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗിനേക്കാൾ 8% കുറവ് വന്നിരിക്കുന്നത്. എന്നാൽ പിരായിരിയിൽ 71% പോളിംഗ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭയെ വെച്ച് നോക്കുമ്പോൾ 1% മാത്രം കുറവാണുള്ളത്. യു.ഡി.എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒട്ടും വോട്ട് കുറഞ്ഞിട്ടില്ല. ബി.ജെ.പിയുടേത് എന്ന് പറയപ്പെടുന്ന മേഖലകളിൽ 8% പോളിംഗ് ആണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്തൂരും കണ്ണാടിയിലും വോട്ട് കൂടിയതിന് അനുസരിച്ചുള്ള പോളിംഗ് ശതമാനത്തിലെ വർധനവുണ്ടായിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യുവാൻ കഴിഞ്ഞത് യു.ഡി.എഫിന് നേട്ടമാണ്. ആദ്യഘട്ടങ്ങളിൽ പുകമറകൾ സൃഷ്ടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുവാൻ ശ്രമമുണ്ടായെങ്കിലും അതെല്ലാം വിഫലമായി. ആ ശ്രമങ്ങൾക്ക് നേതൃത്വം ഒരു മുന്നണിയായിരുന്നില്ല. ബി.ജെ.പിയും സി.പി.എമ്മും ഒരേപോലെ അത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി. ഓരോ വിവാദങ്ങളിലും ഒപ്പം നിന്ന് യു.ഡി.എഫിനെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കുവാനാണ് ശ്രമം നടത്തിയത്. അതിനു പിന്നിലുണ്ടായിരുന്ന അജണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്നതായിരുന്നു. ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കൃത്യമായി ഉയർത്തിക്കാട്ടുവാൻ യു.ഡി.എഫിന് കഴിഞ്ഞു. ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയ്ക്ക് വെക്കുവാൻ യു.ഡി.എഫിന് സാധിച്ചു. പരിപൂർണമായും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു. ഈ തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫിന് മേൽക്കൈയുണ്ടാകും. 12,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ ആണയിട്ട് പറഞ്ഞു. അതേസമയം സംസ്ഥാന ഉപതിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനാണ് ഇത്തവണ പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. ത്രികോണ പോരാട്ടം എന്ന വിശേഷണത്തെ അനർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പാലക്കാട്ടെ ഉപതിരഞ്ഞെടുപ്പ്. പ്രചരണങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി 3 മുന്നണികളും കളം നിറഞ്ഞു. നിലവിൽ പാലക്കാട് യു.ഡി.എഫിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. 2021 മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ബി.ജെ.പിയെ ഷാഫി പറമ്പിലിന്റെ ജനകീയത കൊണ്ടാണ് കോൺഗ്രസ് മറികടന്നത്. എൽ.ഡി.എഫ് ഇവിടെ 3-ാം സ്ഥാനത്തായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഷാഫിയുടെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായത്. എന്നാൽ ഇത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്കാണ് കാരണമായത്. സരിൻ പാർട്ടി വിടുകയും പാലക്കാട്ടെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. ബി.ജെ.പിക്ക് അകത്തും അസ്വാരസ്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും സി കൃഷ്ണകുമാറിനെയാണ് മത്സര രംഗത്തിറക്കിയത്. പാലക്കാട് നഗരസഭാ പരിധിയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് സി കൃഷ്ണകുമാർ. അതിനാൽ തന്നെ ബി.ജെ.പി വലിയ പ്രതീക്ഷയോടെയാണ് പാലക്കാട്ടെ ഉപതിരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്.